ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് SSC എക്സാമിന് മുന്നോടിയായിട്ടുള്ള നമ്മളതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്നും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു 7ഓളം ചോദ്യങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ മത്സര പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നമ്മുടെ കേരള PSCയിൽ നിന്ന് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒരു എക്സാമിലോ RRBയുടെ ഒരു എക്സാമിലോ ഹിസ്റ്ററി എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഹിസ്റ്ററിയിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കൂടുതലും പഠിക്കേണ്ടതെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് നമ്മുടെ സിലബസിൽ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇപ്പം ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ നമുക്ക് ഏൻഷ്യൻ്റ് ഇന്ത്യൻ പീരീഡ് ഉണ്ട്, മിഡീവൽ ഇന്ത്യ ഉണ്ട്, മോഡേൺ പീരീഡ് ഉണ്ട്. അപ്പം ഇത്രയും അധികം വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ചരിത്രം എവിടെ തുടങ്ങണം, എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മത്സര പരീക്ഷയ്ക്ക് എഴുതുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കുമുണ്ട്. പ്രത്യേകിച്ച് SSCയുടെ ഒക്കെ കേസിൽ നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് ടോപ്പിക്സ് മെൻഷൻ ചെയ്യാത്ത സാഹചര്യത്തിൽ. അപ്പോൾ അവിടെ നമ്മളെ സഹായിക്കുന്ന ഒരു എലമെൻ്റാണ് PYQ. ഹിസ്റ്ററിയിൽ നമ്മൾ ഏതൊക്കെ മേഖലകളാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഇന്ത്യയിലെ സകലമാന ഡൈനാസ്റ്റികളുടെയും ഹിസ്റ്ററി പഠിക്കുക, ഇവിടെ ഭരിച്ചിട്ടുള്ള സകലമാന റൂളേഴ്സിൻ്റെയും ഹിസ്റ്ററി പഠിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടായ ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിക്ക് വേണ്ടി ഹിസ്റ്ററി എന്ന് ജനറൽ അവയർനെസ്സിലെ ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പം നമ്മൾ മെയിനായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മുടെ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുവാൻ. ഏത് പഠിക്കണം, എവിടെ ഫോക്കസ് ചെയ്യണം എന്നൊരു ഗ്രാഹ്യം, ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ PYQ ഡിസ്കഷനിലൂടെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് നമ്മൾ PYQ ഡിസ്കഷൻസ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നും കുറച്ച് ചോദ്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ മേഖലകളാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത്. അതനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ മാറ്റുവാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നമുക്കിനി അധികം സമയം തന്നെ ചിലവഴിക്കാതെ, സമയം നഷ്ടപ്പെടുത്താതെ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. വൺസ് അഗെയിൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നമ്മൾ. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ആ ഒരു ജോലിയിലോട്ട് പ്രവേശിക്കാൻ സാധിക്കട്ടെ. ഈ വർഷത്തെ എക്സാംസ് അതിനൊരു ഒരുക്കമായി, അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ ഹിസ്റ്ററി PYQ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ്. ഇത് കഴിഞ്ഞ തവണത്തെ CHSL എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൂ എമംഗ് ദി ഫോളോയിങ് വാസ് പ്രൈമർലി ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ ആർമി? നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ ഉറപ്പായിട്ടും കേട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ ആർമി, INA. സോ INAയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പങ്കുവഹിച്ച വ്യക്തി താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ വി ഹാവ് രവീന്ദ്രനാഥ് ടാഗോർ, ചിത്തരഞ്ജൻ ദാസ്, CR ദാസ്, അഭിനീന്ദ്രനാഥ ടാഗോർ, സുഭാഷ് ചന്ദ്രബോസ്. സോ ഇതാണ് ഓപ്ഷൻസ്. നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ഉണ്ട്, ചിത്തരഞ്ജൻ ദാസ് ഉണ്ട്, അഭിനീന്ദ്രനാഥ ടാഗോർ ഉണ്ട്, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്. ഇവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പ്രവർത്തനങ്ങൾ നയിച്ച വ്യക്തി എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് പരിശോധിക്കാം. സോ ഇവരുടെ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ രവീന്ദ്രനാഥ ടാഗോർ ഒരു ഇന്ത്യൻ നാഷണൽ ആർമി എന്നൊക്കെ പേരുള്ള ഒരു സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അദ്ദേഹം കൂടുതലും നോൺ വയലൻസിൻ്റെ പാത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ദെൻ CR ദാസ് ഡൗട്ട്ഫുൾ ആയിരിക്കാം. അഭിനീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു പെയിൻറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം അദ്ദേഹം ഫോക്കസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആർട്ടിസ്റ്റിക് ലൈഫിലാണ്. സോ പിന്നെയുള്ള ഓപ്ഷൻ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആൻഡ് നമ്മൾ പലയിടങ്ങളിലും ചെറിയ ക്ലാസ് തൊട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. INA എന്ന് പേര് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചിട്ടുള്ള വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ INAയുടെ ഫൗണ്ടർ അദ്ദേഹമല്ല, റാഷ് ബിഹാരി ബോസ് ആണ് INAയുടെ ഫൗണ്ടർ. സുഭാഷ് ചന്ദ്രബോസ് ആണ് INAയിൽ ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ ഒരു ലീഡറായിട്ട് അദ്ദേഹം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോള് വഹിച്ച വ്യക്തിയാണ് INAയിൽ. അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു നമ്മുടെ ഝാൻസി റാണി റെജിമെൻറ്റ്, ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ കീഴിലുള്ള ഝാൻസി റാണി റെജിമെൻ്റ് ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. സോ INA എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി ഈ ഓപ്ഷൻസിൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. രവീന്ദ്രനാഥ ടാഗോർ അല്ല, ചിത്തരഞ്ജൻ ദാസ് അല്ല, അഭിനീന്ദ്രനാഥ ടാഗോർ അല്ല. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ നേതാജി എന്ന് വിളിക്കുന്ന
ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ച സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. ഐ എൻ എയുടെ പ്രവർത്തനങ്ങളിൽ വളരെ സുപ്രധാനമായ പങ്കുവഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. അപ്പോൾ ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദെൻ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ലീഡേഴ്സും അവർ പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓരോ പ്രസ്ഥാനങ്ങൾ, അതിൽ പ്രവർത്തിച്ച വ്യക്തികൾ, പ്രധാനപ്പെട്ട ലീഡേഴ്സ്, അത് നമുക്ക് ഹിസ്റ്ററിയിൽ ചോദിക്കുവാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ആര്യ സമാജ് സ്ഥാപിച്ചത് ആരാണെന്ന്, സ്വാമി ദയാനന്ദ സരസ്വതി. ബ്രഹ്മസമാജ് സ്ഥാപിച്ചത് ആരാണ്, രാജാറാം മോഹൻ റോയ്. ഗദ്ദാർ പാർട്ടിയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ, അല്ലെങ്കിൽ ഭഗത് സിംഗ് അസോസിയേറ്റ് ചെയ്ത പ്രസ്ഥാനം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാം. സോ വ്യക്തികളും അവർ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനങ്ങളും നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് PYQ ഡിസ്കഷനിലൂടെ നമുക്ക് മനസ്സിലായതാണ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വ്യക്തികളും അവർ നേതൃത്വം നൽകിയ പ്രസ്ഥാനങ്ങളും എന്നുള്ളത്. അപ്പോൾ ഇത്തരം സംഘടനകൾ, അതിലെ ലീഡേഴ്സ്, ഫൗണ്ടേഴ്സ്, ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കിനി അടുത്തൊരു PYQ ഡിസ്കഷൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വാസ് ദി ലാസ്റ്റ് ഡൈനാസ്റ്റി ഓഫ് ദി വിജയനഗര എംപയർ? വിജയനഗര സാമ്രാജ്യത്തിലെ അവസാനത്തെ ഡൈനാസ്റ്റി ഏതാണെന്നാണ് ചോദ്യം. നമ്മൾ വിജയനഗര ഹിസ്റ്ററി പഠിച്ചവർക്കറിയാം, 4 ഡൈനാസ്റ്റികൾ മാറി മാറി ഭരിച്ചൊരു സ്ഥലമാണ് വിജയനഗര സാമ്രാജ്യം. ഓക്കെ, 4 ഡൈനാസ്റ്റീസ്, 4 രാജവംശങ്ങൾ മാറി മാറി ഭരിച്ച ഒരു സ്ഥലമാണ് വിജയനഗര എന്നുള്ളത്. സോ വിജയനഗര, നമ്മൾ ഹംപിക്കൊക്കെ തന്നെ ടൂർ പോകുന്നവരാണ്. സോ ഹംപിയൊക്കെ തന്നെ വിജയനഗരയുടെ ക്യാപിറ്റലായിരുന്നു. അപ്പോൾ ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവസാന ഡൈനാസ്റ്റി, രാജവംശം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ വി ഹാവ് അരവിന്ദു ഡൈനാസ്റ്റി, സംഗം ഡൈനാസ്റ്റി, സലുവ ഡൈനാസ്റ്റി ആൻഡ് തുളുവ ഡൈനാസ്റ്റി. സോ ഇവരിൽ ആരാണ് വിജയനഗരയിൽ അവസാനമായി ഭരിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസ് അറിയാവുന്നവർ, ഉത്തരം അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ടെ. ഇതിൽ ആരാണ് വിജയനഗര സാമ്രാജ്യത്തെ അവസാനമായി ഭരിച്ച രാജവംശം? അരവിന്ദു ഡൈനാസ്റ്റി ആണോ, സംഗം ഡൈനാസ്റ്റി ആണോ, സലിവ ഡൈനാസ്റ്റി ആണോ, തുളുവ ഡൈനാസ്റ്റി ആണോ? ഇവരിൽ ആരാണ് വിജയനഗര സാമ്രാജ്യത്തിൽ അവസാനമായി ഭരിച്ചത്? ബാമൺ സുൽത്താനേറ്റിന്റെ ഒക്കെ തന്നെ ഒരു ഉയർച്ചയിൽ ഈ വിജയനഗര സാമ്രാജ്യം തകർന്നു പോയി, അങ്ങനെയാണ് അത് അവസാനിച്ചത്. സോ ഇതിലെ അവസാനത്തെ രാജവംശം, ഡൈനാസ്റ്റി ഏതായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഓപ്ഷൻ ഉത്തരം ഏതാണെന്നുള്ളത്. സോ ഓപ്ഷൻ എ അരവിന്ദു ഡൈനാസ്റ്റിയാണ്. അരവിന്ദു ഡൈനാസ്റ്റിയാണ് വിജയനഗര സാമ്രാജ്യത്തിൽ അവസാനമായി ഭരിച്ച ഡൈനാസ്റ്റി എന്നുള്ളത്. ഇത് ഓരോരോ കാലഘട്ടങ്ങളിൽ ഭരിച്ചവരാണ്. സംഘവും സലിവയും തുളുവയും ഒക്കെ തന്നെ അരവിന്ദു ഡൈനാസ്റ്റിയാണ് അവസാനം ഭരിച്ച ഡൈനാസ്റ്റി എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഈ ഡൈനാസ്റ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഡൈനാസ്റ്റിയുടെയും ഫൗണ്ടർ, അവർ ഏത് സാമ്രാജ്യവുമായി, ഏത് സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർക്കാം. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാം. അതും ഹിസ്റ്ററി PYQ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, ലീഡേഴ്സും അവർ ലീഡർഷിപ്പ് കൊടുത്ത പ്രസ്ഥാനങ്ങളും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. സെക്കൻഡ് ആയിട്ട് നമ്മൾ കാണുന്നത് എന്താണ്, ഡൈനാസ്റ്റീസ്, അവരുമായി ബന്ധപ്പെട്ട സാമ്രാജ്യങ്ങൾ. ഇപ്പം നമുക്ക് ഹിസ്റ്ററിയിൽ ഇഷ്ടംപോലെ ഡൈനാസ്റ്റീസ് ഉണ്ട്. മുഗൾ ഡൈനാസ്റ്റി ഉണ്ട്, നമ്മുടെ പല്ലവ ഡൈനാസ്റ്റി, ചോള ഡൈനാസ്റ്റി, ചേര ഡൈനാസ്റ്റി, വിജയനഗരയിൽ തന്നെ ഈ 4 ഡൈനാസ്റ്റീസ് ഉണ്ട്, ബിദറിലുണ്ട്. അങ്ങനെ ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡൈനാസ്റ്റീസ് നമ്മളെ ഭരിച്ചിട്ടുണ്ട്. സോ അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ, സാമ്രാജ്യങ്ങൾ, ലീഡേഴ്സ്, നേതാക്കളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ വിജയനഗര എംപയർ തന്നെ അതിൻ്റെ ഫൗണ്ടർ ആരാണ്? ഹരിഹര ബുക്ക സഹോദരങ്ങളാണ്. സോ അത്തരം സാമ്രാജ്യങ്ങളെയും ഫൗണ്ടേഴ്സിനെയും അവർ ഏത് ഡൈനാസ്റ്റി എന്നുള്ളവരാണ്. ഫാമിലികൾ മാറാം, രാജാവിൻ്റെ ഫാമിലികൾ മാറാം, രാജവംശങ്ങൾ മാറാം. സോ അവരുടെ ഡൈനാസ്റ്റിയും ഒക്കെ തന്നെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ദ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? മഹാബലിപുരം ടെമ്പിൾ വാസ് ബിൽഡ് അണ്ടർ ദ റെയിൻ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഡൈനാസ്റ്റീസ്? മഹാബലിപുരം ടെമ്പിൾ വാസ് ബിൽഡ് അണ്ടർ ദ റെയിൻ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഡൈനാസ്റ്റീസ് എന്നുള്ളതാണ് ചോദ്യം. എഗെയിൻ ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് നമ്മുടെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഏരിയയിൽ വരുന്നതാണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് മോണുമെൻറ്റ്സ് ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് മോണുമെൻറ്റ്സിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യും. ഇപ്പം മഹാബലിപുരം ടെമ്പിൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻറ്റ്, ആർക്കിടെക്ചറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടെമ്പിളാണ്. ആൻഡ് ഈ മഹാബലിപുരം ടെമ്പിൾ ഇപ്പോൾ ഒരു വളരെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. നമുക്കറിയാം തമിഴ്നാട്ടിലാണ് മഹാബലിപുരം ടെമ്പിൾ. സോ തമിഴ്നാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സാമ്രാജ്യം ആയിരിക്കും ഇത് സ്ഥാപിച്ചതെന്ന് നമുക്ക് ഊഹിക്കാം. സോ മഹാബലിപുരം ടെമ്പിൾ വാസ് ബിൽഡ് അണ്ടർ ദ റെയിൻ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഡൈനാസ്റ്റീസ്? ഏത് രാജവംശത്തിന്റെ സമയത്താണ് മഹാബലിപുരം ടെമ്പിൾ പണിതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ രാഷ്ട്രകൂട, പ്രതിഹാര, ചോള, പല്ലവ. ഇവരിൽ ആരുടെ സമയത്താണ് നമ്മുടെ മഹാബലിപുരം ടെമ്പിൾ? ഒരു കേവ് ടെമ്പിൾ ആണ്, റോക്ക് ടെമ്പിൾ ആണ്. സോ ഈ ടെമ്പിൾ ഏത് കാലഘട്ടത്തിൽ, ഏത് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് പണിതത് എന്നുള്ളതാണ് ചോദ്യം, കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. സോ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ തന്നെ ഹിസ്റ്ററിയിൽ ഡൈനാസ്റ്റീസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർക്കിടെക്ചർ. നമുക്കറിയാം താജ്മഹൽ പണിതത് ഷാജഹാൻ ആണെന്ന്. സോ അതുപോലെ ഓരോരോ കാലഘട്ടത്തിൽ പണിതിരിക്കുന്ന ഇത്തരം ആർക്കിടെക്ചറൽ വണ്ടേഴ്സ് അത് ഏത് ഡൈനാസ്റ്റിയുടെ സമയത്താണ് അല്ലെങ്കിൽ ഏത് രാജാവിൻ്റെ കാലത്താണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ഉത്തരം നോക്കുവാണെങ്കിൽ എന്താണ് ഉത്തരം? പല്ലവ രാജവംശത്തിൻ്റെ സമയത്താണ് നമ്മുടെ തമിഴ്നാട്ടിലുള്ള മഹാബലിപുരം ടെമ്പിൾ പണിതിരിക്കുന്നത്. ഓക്കെ, മഹാബലിപുരം ടെമ്പിൾ പണിതിരിക്കുന്ന ആരുടെ കാലഘട്ടത്തിലാണ്? പല്ലവ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ്. മഹാബലിപുരം ടെമ്പിൾ വാസ് ബിൽഡ് അണ്ടർ ദ റെയിൻ ഓഫ് പല്ലവ ഡൈനാസ്റ്റി. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഹാബലിപുരം ടെമ്പിൾ പല്ലവ. ചോള രാജാക്കന്മാരുടെ കാലത്ത് പണിതിരിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്, അത് തഞ്ചാവൂരിലാണ്. ചോള രാജാക്കന്മാരുടെ ഗംഗയെക്കൊണ്ട ചോളൻ ഒക്കെ കേട്ടിട്ടില്ലേ? ചോള രാജാക്കന്മാരുടെ കാലത്ത് പണിതിരിക്കുന്ന ശിവ ടെമ്പിൾ എന്ന് പറയുന്നത് എവിടാണ്? അത് നമ്മുടെ തഞ്ചാവൂരിലാണ്. മഹാബലിപുരത്ത് പണിതിരിക്കുന്ന ഈ ഒരു ടെമ്പിൾ പല്ലവ ഡൈനാസ്റ്റിയുടെ കീഴിലാണ്, ആ ഒരു കാലഘട്ടത്തിലാണ് പണിത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, സോ ആ ഡൈനാസ്റ്റീസും അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർക്കിടെക്ചറൽ കാര്യങ്ങളും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നേതാക്കന്മാരും അവരുടെ സംഘടനകളെ പറ്റി നമുക്ക് പഠിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഡൈനാസ്റ്റീസും അവർ ബന്ധപ്പെട്ടിരിക്കുന്ന സാമ്രാജ്യങ്ങളും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് മനസ്സിലാക്കി തന്നു? നമ്മൾ ഇത്തരം കൺസ്ട്രക്ഷൻസ്, ഇത്തരം നിർമ്മിതികളെ പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ടെമ്പിൾ ആകാം, മോസ്ക് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മോണുമെന്റ്സ് ആകാം. ഇപ്പം താജ്മഹൽ എന്നൊക്കെ പറയുന്ന ഒരു മോണുമെന്റ് ആണല്ലേ. സോ അത്തരം മോണുമെന്റ്സ് ആകാം. അതൊക്കെ തന്നെ ആര് പണിതു, അല്ലെങ്കിൽ ഏത് രാജാക്കന്മാരുടെ കാലത്ത് പണിതു, ഏത് വർഷം പണിതു, ഏത് ഡൈനാസ്റ്റിയുടെ സമയത്ത് പണിതു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പല ചോദ്യങ്ങൾ പല തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ അതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മുടെ നോട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നോട്ട് തയ്യാറാക്കാൻ എന്നുള്ള കാര്യം ഓർക്കുക. സോ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ നാലാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് ചോദ്യം? ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്ഡ് എ ലോ ഇൻ ദി ഇയർ 1856. ഇറ്റ് വാസ് മെന്റ് ഫോർ വിച്ച് എമംഗ് ദി ഫോളോയിങ് സോഷ്യൽ റീഫോംസ്? സോ ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ പറ്റിയുള്ള ചോദ്യമാണിത്. 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു നിയമം സാമൂഹിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട്, സോഷ്യൽ റീഫോമുമായി ബന്ധപ്പെട്ടുള്ള നിയമമാണ്. സോ ആ നിയമം എന്ത് നിയമമാണ് 1856 പാസ്സാക്കിയത് എന്നുള്ളതാണ് ചോദ്യം. ലെറ്റ്സ് സീ ദി ഓപ്ഷൻസ്. ഓപ്ഷൻ എ അബോളിഷൻ ഓഫ് ദി പ്രാക്ടീസ് ഓഫ് സതി. ഓപ്ഷൻ ബി വിഡോ റീമാരേജ്. ഓപ്ഷൻ സി അബോളിഷൻ ഓഫ് പ്രാക്ടീസ് ഓഫ് ചൈൽഡ് മാരേജ്. ഓപ്ഷൻ ഡി ലോ എഗനിസ്റ്റ് മർഡറിംഗ് ഓഫ് ഫീമെയിൽ ചൈൽഡ്. ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ് തടയുക. അപ്പം ഇതിലേതാണ് 1856 പാസ്സാക്കിയ നിയമം എന്നുള്ളതാണ് ചോദ്യം. ഇതിലേത് സോഷ്യൽ ഈവലിനെതിരെയാണ് 1856 ഒരു നിയമം പാസ്സാക്കിയത്? അബോളിഷൻ ഓഫ് ദി പ്രാക്ടീസ് ഓഫ് സതി നിരോധിക്കുന്നതിനാണോ, വിഡോ റീമാരേജ് നടപ്പിലാക്കാനാണോ, ചൈൽഡ് മാരേജ് നിരോധിക്കാനാണോ, അതോ ഫീമെയിൽ ഫെർട്ടിസൈഡ് നിരോധിക്കാനുള്ള നിയമമായിരുന്നു? ഇതിലേത് നിയമമാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം അറിയുന്നവർ ചാറ്റ് ബോക്സിൽ ഒന്ന് പെട്ടെന്നിട്ടേ. ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് ആൻസർ ചെയ്തേ, ശരിയാണോ നമുക്ക് നോക്കാം. 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ നിയമം ഇതിലേത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? അബോളിഷൻ ഓഫ് സതിയാണോ, വിഡോ റീമാരേജ് ആണോ, അബോളിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആണോ, ലോ എഗനിസ്റ്റ് മർഡറിംഗ് ഓഫ് ഫീമെയിൽ ചൈൽഡ് ആണോ? പെട്ടെന്നൊന്ന് പോസ്റ്റ് ചെയ്തേ. ലെറ്റ്സ് സീ. ഓക്കെ, കമോൺ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം അല്ലേ. ഇത് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. വിഡോ റീമാരേജ് നടപ്പിലാക്കുന്നതിന് വേണ്ടി, വിധവാ പുനർവിവാഹം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമം പാസ്സാക്കിയത്. വിഡോ റീമാരേജ് എന്താണ്? വിധവകൾക്ക് വീണ്ടും വിവാഹം കഴിക്കാനുള്ള അവകാശം നൽകുക.
ഭർത്താവ് മരിച്ചുപോയി എന്നുകൊണ്ട് സ്ത്രീ ജീവിതകാലം മൊത്തം അനാഥയായി കഴിയണമെന്നില്ല, അല്ലെങ്കിൽ സ്ത്രീ ജീവിതകാലം മൊത്തം അതിൻ്റെ സങ്കടം അനുഭവിച്ച് കഴിയണമെന്നില്ല. സോ അവർക്കൊരു കൂട്ടായിട്ട് വീണ്ടും ഒരു കല്യാണം നടപ്പിലാക്കുക എന്നുള്ളതാണ് വിഡോ റീമാരേജ്. സോ ഇത് നിയമപ്രകാരം ശരിയാണ്, അല്ലെങ്കിൽ നിയമപ്രകാരം നടപ്പിലാക്കാം എന്നുള്ളൊരു നിയമം പാസ്സാക്കിയത് 1856 കാര്യം ഓർക്കുക. ദെൻ സതിയൊക്കെ തന്നെ 1828 നമ്മുടെ രാജാറാം മോഹൻ റോയുടെ കാലത്ത് തന്നെ സതിയൊക്കെ തന്നെ അബോളിഷ് ചെയ്തതാണ്. ഓക്കെ. ദെൻ ചൈൽഡ് മാരേജും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. ദെൻ ഫീമെയിൽ ഫെർട്ടിസൈഡും നിരോധിച്ചു. ഇപ്പോൾ ഇവിടുത്തെ ഉത്തരം 1856 നിയമം പാസ്സാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു? വിഡോ റീമാരേജിന് വേണ്ടിയായിരുന്നു, വിധവാ പുനർവിവാഹത്തിന് വേണ്ടിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. 1856 നിയമം വിഡോ റീമാരേജിന് വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. At which place was the magnificent temple of Saiva constructed by the greatest Rashtrakuta king Krishna I? So ശിവന് വേണ്ടിയുള്ള ശൈവ ടെമ്പിൾ, ശിവന് വേണ്ടിയുള്ള ഒരു വലിയ ടെമ്പിൾ രാഷ്ട്രകൂട കിങ് കൃഷ്ണ I നിർമ്മിച്ചത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പല്ലവ ഡൈനാസ്റ്റിയുടെ കാലത്ത് പണിത മഹാബലിപുരം ക്ഷേത്രത്തെ പറ്റി നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശൈവ ക്ഷേത്രം എവിടെയാണെന്നാണ് ചോദ്യം അല്ലേ. കൃഷ്ണ I, രാഷ്ട്രകൂട റൂളർ ആയിട്ടുള്ള കൃഷ്ണ I സ്ഥാപിച്ച ശൈവ ടെമ്പിൾ എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. കാഞ്ചി, നമ്മുടെ കാഞ്ചീപുരത്താണോ, ബദാമിയിലാണോ, കനുജിലാണോ, എല്ലോറയിലാണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അറ്റ് വിച്ച് പ്ലേസ് വാസ് ദി മാഗ്നിഫിക്കന്റ് ടെമ്പിൾ ഓഫ് ശൈവ കൺസിഡർഡ് ബൈ ദി ഗ്രേറ്റ് രാഷ്ട്രകൂട കിങ് കൃഷ്ണ I? സോ രാഷ്ട്രകൂട റൂളർ കൃഷ്ണ I സ്ഥാപിച്ച ശൈവ ടെമ്പിൾ എവിടെയാണെന്നാണ് ചോദ്യം. കാഞ്ചിയാണോ, ബദമിയാണോ, കനൂജാണോ, എല്ലോറയാണോ? ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4 എല്ലോറ. ഓക്കെ. ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? എല്ലോറയാണ്. നമ്മൾ എല്ലോറയിലെ ക്ഷേത്രങ്ങളെ പറ്റിയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. വളരെയധികം മനോഹരമായിട്ടുള്ള മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് അവിടുത്തെ ശൈവ ടെമ്പിൾസ് അല്ലേ. ഒരു റോക്ക് കട്ട് ടെമ്പിളാണ് അവിടെ ഉള്ളത്. സോ എല്ലോറയിലാണ് രാഷ്ട്രകൂട റൂളർ ആയിട്ടുള്ള കൃഷ്ണ I ശൈവ ടെമ്പിൾ, ശിവന് വേണ്ടിയുള്ള അമ്പലം പണിതത് എന്നുള്ള കാര്യം ഓർക്കുക. സോ എല്ലോറ കേവ് ടെമ്പിൾ ആരാണ് സ്ഥാപിച്ചത്? രാഷ്ട്രകൂട കിങ് ആയിട്ടുള്ള കൃഷ്ണ I ആണ് കൺസ്ട്രക്ട് ചെയ്തത് എന്നുള്ള കാര്യം ഓർക്കുക. സോ ഇത്തരം ആർക്കിടെക്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ബിൽഡിങ്സ്, മോണുമെന്റ്സ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെ ആരുടെ കാലത്താണ്, ഏത് ഡൈനാസ്റ്റിയുടെ കാലത്താണ്, എവിടാണ് തുടങ്ങിയ ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ മഹാബലിപുരത്തിൻ്റെ കാര്യമാണെങ്കിലും ഇവിടെയാണെങ്കിലും നമ്മളിത് കണ്ടു. സോ അത്തരം ക്വസ്റ്റ്യൻസ് സ്കിപ്പാക്കാതെ തന്നെ പഠിച്ചു വെക്കുക, കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ. ദെൻ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ്. ഓക്കെ, നമ്മൾ എല്ലോറ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗദ്ദാർ പാർട്ടി വാസ് ഫൗണ്ടഡ് ഇൻ ഡാഷ് ബൈ സോഹൻ സിംഗ് ബഖന, കൻഷി റാം, ഹർണാൻ സിംഗ്, തുന്തിലാത്ത്, ലാൽ ഹർദായൽ ആൻഡ് അതേഴ്സ്. ഏതു വർഷമാണ് നമ്മുടെ ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് സമയത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയത്തുണ്ടായ ഒരു പാർട്ടിയാണ് ഗദ്ദാർ പാർട്ടി. സോ ഈ ഗദ്ദാർ പാർട്ടി എന്നാണ് സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ 1901, 1913, 1905, 1910. സോ നമ്മുടെ എന്താണ് ഉത്തരം? ഗദ്ദാർ പാർട്ടി ഏതു വർഷമാണ് സ്ഥാപിച്ചത്? ഉത്തരം അറിയുന്നവർ ചാറ്റ് ബോക്സിലൊക്കെ നിട്ടേ. ഗദ്ദാർ പാർട്ടി ഏതു കാലത്താണ് സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ള ചോദ്യം ഒന്ന് നോക്കുക. ഉത്തരം അറിയുന്നവർ നിങ്ങളുടെ ഓപ്ഷൻസ് ചാറ്റ് ബോക്സിലേക്ക് എത്രയും പെട്ടെന്ന് നിട്ടേ. Come on, need to see your answers. ഗദ്ദാർ പാർട്ടി സ്ഥാപിക്കപ്പെട്ട വർഷം 1901 ആണോ, 1913 ആണോ, 1905 ആണോ, 1910 ആണോ? Come on. Okay, so let's see the answer. 1913 ആണല്ലേ. 1913 നമ്മുടെ ഗദ്ദാർ പാർട്ടി ഫോം ചെയ്തത്. ഇത് ആക്ച്വലി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഈ പാർട്ടി ഫോം ചെയ്തത്. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരായ വ്യക്തികൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ് ഗദ്ദാർ പാർട്ടി എന്നുള്ളത് ഓർക്കുക. ഇത് ഇന്ത്യയിലല്ല സ്ഥാപിക്കപ്പെട്ടത്, മറിച്ച് എവിടാണ്? സാൻ ഫ്രാൻസിസ്കോയിലാണ് ഗദ്ദാർ പാർട്ടി സ്ഥാപിക്കപ്പെട്ടത്. സോഹൻ സിംഗ് ബെക്കനെയും ലാലാ ഹർദയാലും ഒക്കെ തന്നെയാണ് ഇതിന്റെ ലീഡേഴ്സ് ആയിട്ട് വരുന്നത്. സോ ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിപ്ലവം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്നുള്ളതാണ്. വിപ്ലവം എന്നുള്ളതാണ് ഗദ്ദാർ പാർട്ടിയുടെ അർത്ഥം. 1913 സ്ഥാപിക്കപ്പെട്ടത്. അത് ഇന്ത്യയിലല്ല സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ള കാര്യം ഓർക്കുക. എവിടാണ്? അത് സാൻ ഫ്രാൻസിസ്കോയിലാണ് സ്ഥാപിക്കപ്പെട്ടത്.
ആൻഡ് ലീഡേഴ്സിനെ പറ്റി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റിന് നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പറ്റി പഠിക്കണം. അവയുടെ ലീഡേഴ്സ്, ഫൗണ്ട് ചെയ്ത വർഷം തുടങ്ങിയ കാര്യങ്ങൾ മറക്കരുത്, നോട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ ഗദ്ദാർ പാർട്ടിയുടെ ഇയർ എത്രയാണ്? 1913. ഓക്കെ ആണോ? കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കണം. ഓക്കെ, ദെൻ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദി നെയിം ഓഫ് സ്വാമി വിവേകാനന്ദാസ് ഗുരു? സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം, നമ്മൾ രാഷ്ട്രീയ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരുടെ കാര്യം നമ്മൾ പഠിക്കാറുണ്ട്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. നമ്മൾ നേരത്തെ കണ്ട സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹത്തിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിരുന്നു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഗുരുവാണ് CR ദാസ്. ഓക്കെ, സോ നമ്മുടെ ഇത്തരം ഗുരുക്കന്മാരെ പറ്റി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. സോ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. സ്വാമി റാം സിംഗ്, സ്വാമി ദയാനന്ദ്, ആദി ശങ്കരാചാര്യ, രാമകൃഷ്ണ പരമഹംസർ. ഇവരിൽ ആരാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു? ആത്മീയ ഗുരു ആരാണ്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി ടൈപ്പ് ചെയ്തേ, ആൻസർ ചാറ്റ് ബോക്സിലിട്ടേ. സ്വാമി റാം സിംഗ് ആണോ? സ്വാമി ദയാനന്ദ് ആണോ? ആദി ശങ്കരാചാര്യ ആണോ? രാമകൃഷ്ണ പരമഹംസരാണോ? എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് ചാറ്റ് ബോക്സിലേക്ക് ആൻസർ വന്നേ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ആൻസർ. ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു. അദ്ദേഹമാണ് സ്വാമി വിവേകാനന്ദൻ്റെ ആത്മീയ ഗുരു. ആൻഡ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഐഡിയാസ് ലോകം മൊത്തം എത്തിക്കുന്നതിന് വേണ്ടിയാണ് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മഠവും രാമകൃഷ്ണ മിഷനൊക്കെ തന്നെ സ്ഥാപിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അത് മറക്കരുത്. ബേലൂരിലാണ് ഇതിൻ്റെ കേന്ദ്രം. ഓക്കെ, സോ നമ്മളൊരു 5-6ഓളം ചോദ്യങ്ങൾ ഇന്ന് കണ്ടു. ഇതൊക്കെ തന്നെ ഹിസ്റ്ററിയിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നും നേരത്തെ തന്നെ എക്സാംസിന് ചോദിച്ചതാണ്. അപ്പം ഇത്തരം PYQയിലൂടെ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊരു ഗ്രാഹ്യം നമ്മളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ PYQ ഡിസ്കഷനുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. സോ നമുക്ക് നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ SSC 2025 വിവിധങ്ങളായിട്ടുള്ള എക്സാംസിന് വേണ്ടി CGL, CHSL തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള എക്സാമിന് വേണ്ടി നമ്മുടെ PSC ടോക്സിൽ നമ്മളൊരു ഫുൾ ഫ്ലെജ്ഡ് കോഴ്സ് ആരംഭിക്കുകയാണ്. ഒരു 100 ദിവസത്തെ കോഴ്സ് പ്ലാനുമായിട്ട്. അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നതായിരിക്കും. മാത്സ്, ജനറൽ അവയർനെസ്, റീസണിങ്, ഇംഗ്ലീഷ്, അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ഫുൾ കോംപ്രിഹെൻസീവ് ആയിട്ടൊരു ക്ലാസ് ആയിരിക്കും നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക. എന്നിട്ട് ക്ലാസ്സിലേക്ക് വരിക. നമുക്കപ്പം കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ അറിവുകളൊക്കെ തന്നെ നമുക്ക് ക്ലാസ്സിലൂടെ നേടുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വർഷം എല്ലാവർക്കും എല്ലാവിധ സ്വപ്നങ്ങളും പൂവണിയുന്ന നല്ലൊരു വർഷമായി മാറട്ടെ. അതിന് പരിശ്രമങ്ങൾ നമുക്ക് ഇപ്പം തന്നെ ആരംഭിക്കാം. സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കുറച്ചധികം PYQസുമായി കാണാം. അപ്പം ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ലെറ്റ്സ് മീറ്റ് ഇൻ ദി നെക്സ്റ്റ് സെഷൻ.